ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എൽ ഡി എഫിൻ്റെ കഴിഞ്ഞ തവണ പി വി അൻവറിന് വേണ്ടി പ്രവർത്തിച്ച് എൽ ഡി എഫ് ക്യാമ്പിലാണ്, എൽ ഡി എഫിൻ്റെ ബൂത്തിന് മുന്നിലാണ് പി വി അൻവർ വന്നത്. കഴിഞ്ഞ തവണ പി വി അൻവറിന് വേണ്ടി പ്രവർത്തിച്ചവരാണ് എൽ ഡി എഫിൻ്റെ ബൂത്തിലിരിക്കുന്നത് എന്നതാണ് ഇതിലേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ ബൂത്തിൻ്റെ മുന്നിലെത്തിയതിനു ശേഷം പി വി അൻവർ അവിടെ നിന്ന് മടങ്ങുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വളരെ വൈകാരികമായ രംഗങ്ങൾ തന്നെയാണ്. കാരണം കഴിഞ്ഞ തവണ പി വി അൻവറിന് വേണ്ടി പിന്തുണച്ച മനുഷ്യർ പി വി അൻവറിന് അത് വളരെ വൈകാരികമായ രംഗങ്ങളാണ്. കാര്യം അഷ്കറുണ്ട്. അഷ്കർ അതൊരു ഒരു വൈകാരിക നിമിഷമാണല്ലേ. കഴിഞ്ഞ തവണ പി വി അൻവറിന് വേണ്ടി പ്രവർത്തിച്ചവർ അപ്പുറത്ത് ബൂത്തിട്ട് ഇരിക്കുന്നു. അവിടെ പി വി അൻവർ കുറച്ചു നേരം പോയി നോക്കി നിന്നിട്ട് തിരിച്ചു വരുന്നു അല്ലേ. അതൊരു കാഴ്ചയാണ്. വളരെ വൈകാരികമായ രംഗങ്ങളൊക്കെ ഉണ്ട് അല്ലേ അഷ്കർ? അരുൺ, തീർച്ചയായും. കാരണം കഴിഞ്ഞ തവണ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച അൻവറാണ്. സ്വാഭാവികമായും ഇടതുപക്ഷ പ്രവർത്തകരുമായി വലിയ ബന്ധമുണ്ടായിരിക്കണം. 9 വർഷം എൽ ഡി എഫിൻ്റെ MLA ആയിരുന്നു. വീണ്ടും ഇടതുപക്ഷത്തിനെതിരെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അൻവറാണെന്നപ്പോൾ കരിമ്പുഴയിൽ അവിടുത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ബൂത്തിലെ മുമ്പിൽ വെച്ച് അവരോട് സംസാരിക്കുന്ന സാഹചര്യമുണ്ടായത്. ഒരു സ്വരാജിൻ്റെയും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരൊക്കെ തന്നെ അവർ ചിഹ്നം അണിഞ്ഞുള്ള ബാഡ്ജുകൾ ധരിച്ചിട്ടില്ല ബൂത്തിലിരിക്കുന്ന പ്രവർത്തകർ തന്നെ അൻവറുമായി ഹസ്തദാനം ചെയ്യുന്നതും ആനുഗ്രഹം ചെയ്യുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞത് അതൊരു വേറിട്ട കാഴ്ചയായിരുന്ന നേരത്തിൽ യാതൊരു സംശയമില്ല. അത് ഇനി ഏത് വിധത്തിലായിരിക്കും ഇനി അതിൻ്റെ പ്രചാരണം എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. പി വി അൻവർ ബൂത്തിലേക്ക് കയറുന്നതിന് പകരം അല്ലെങ്കിൽ പോളിംഗ് സ്റ്റേഷനിലേക്ക് കയറുന്നതിന് പകരം എൽ ഡി എഫിൻ്റെയും അതുപോലത്തെ അവിടെയുള്ള തൃണമൂലിൻ്റെയും 2 ബൂത്തുകളാണ് അടുത്തടുത്തുണ്ടായിരുന്നത്. 2 തെരഞ്ഞെടുപ്പ് ബൂത്തുകളിലും കയറി അവരുമായി സംസാരിച്ചാണ് ഇപ്പോൾ അവിടെ നിന്നും ഇറങ്ങിയത്. ഇപ്പോൾ കരിമ്പുഴ ടൗണിൽ ഉള്ള ആളുകളോടൊക്കെ നേരിട്ട് പോയി കണ്ട് വോട്ട് ചെയ്യാൻ ബൂത്തിലേക്ക് പോകണമെന്നുള്ള നിർദ്ദേശം നൽകുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ കരിമ്പുഴയിലാണ് ഇപ്പോൾ പി വി അൻവർ എത്തി നിൽക്കുന്നത്. എന്തായാലും നേരത്തെ ആര്യാടൻ ഷൗക്കത്തുമായി കണ്ട കൂടിക്കാഴ്ച അത് അല്പസമയം മുമ്പായിരുന്നു. വേറെ മറ്റൊരു സംഭവം ഉണ്ടായത്. ആര്യാടൻ ഷൗക്കത്തും പി വി അൻവറും ഒരുമിച്ച് മാനവേദന സ്കൂളിൽ എത്തുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. പക്ഷേ കണ്ടുമുട്ടി കൈ കൊടുത്തെങ്കിൽ പോലും ആലിംഗനം ചെയ്യാൻ അൻവർ തയ്യാറായില്ല. അൻവർ പറയുന്നത് അതൊരു നാട്യമാണ്, അഭിനയമാണ് എന്നുള്ളതാണ് അൻവറിൻ്റെ വേർഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അൻവർ പിന്നീട് അതൊരു ധൃതരാഷ്ട്ര ആലിംഗനം എന്നാണ് അതിനെ വിശേഷിപ്പിക്കുകയും ചെയ്തത്. അങ്ങനെ രണ്ടുപേരും 2 ഭാഗത്തേക്ക് തന്നെ പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതൊരു ജനാധിപത്യപരമായ അത്ര ഭൂഷ്ടമാണോ എന്ന് നമുക്കും പറയാൻ കഴിയില്ല. പക്ഷേ അൻവർ പറയുന്നത് അത് അഭിനയമാണ്, അതുകൊണ്ട് താൻ നിൽക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ രാവിലെ സ്വരാജും ആര്യാടൻ ഷൗക്കത്തും ഒക്കെ തന്നെ ഒരുമിച്ച് തോളിൽ കൈയിട്ട് സൗഹൃദം പങ്കിടുന്ന മനോഹര കാഴ്ച നമ്മൾ ഇന്ന് കാണുകയും ചെയ്തിരുന്നു. ശേഷമാണ് ഇപ്പോൾ പി വി അൻവർ മണ്ഡലത്തിലൂടെ ഓക്കെ, ആര്യാടൻ ഷൗക്കത്തും നേരത്തെ പി വി അൻവറും തമ്മിൽ ഒരു തോളിൽ കൈയിടാനോ ഒന്നും അവർ തയ്യാറായില്ല. പക്ഷേ അവർ ഹസ്തദാനം കൊടുത്തു. സൗമ്യ ഹസ്തദാനം മതി, ധൃതരാഷ്ട്രാലിംഗനങ്ങൾ വേണ്ട, മൂടുപടങ്ങൾ ഒഴിഞ്ഞു വീണാലോ എന്ന് കവിതയിൽ പറയുന്നത് പോലെ പി വി അൻവർ പറഞ്ഞു അത് ധൃതരാഷ്ട്രാലിംഗനമായതുകൊണ്ട് ഞാൻ കൈ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ആ ദൃശ്യമാണ് പ്രേക്ഷകർ ഒരിക്കൽ കൂടി കാണുന്നത്. ഒരേ ബൂത്തിലെത്തിയപ്പോൾ കണ്ടൊരു കാഴ്ച. മറുഭാഗത്ത് ഇടത് സ്ഥാനാർത്ഥിയും അതേപോലെ ആര്യാടൻ ഷൗക്കത്തും തോളിൽ കൈയിട്ട് നിൽക്കുന്ന മറ്റൊരു സുന്ദരമായ നിമിഷമുണ്ട്. ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ചില നാടകീയ നിമിഷങ്ങളാണ്, ചില വൈകാരിക നിമിഷങ്ങൾ കൂടിയാണ്. എന്തായാലും ഈ മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. പോളിംഗ് ബൂത്തിലേക്ക് വോട്ടർമാർ മഴയും അവഗണിച്ചെത്തുന്നുണ്ടെങ്കിൽ അതൊരു സൂചനയാണ്. പ്രായമേറിയ മനുഷ്യരും ചെറുപ്പക്കാരും ഒക്കെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നുണ്ട്. വിവിധ ഇടങ്ങളിൽ നിന്ന് ബസ് പിടിച്ചെത്തിയ മനുഷ്യർ ഈ പോളിംഗ് ബൂത്തിൽ ഇത്തവണ എത്തുന്നുണ്ട്. സജോ നമുക്കൊപ്പം തുടരുന്നുണ്ട്. സജോ ദേവസ്യ ഇപ്പോൾ ഉള്ളത് എടക്കരയിലാണ്. എടക്കരയിൽ പ്രേക്ഷകരെ ഞാൻ ഓർമ്മിപ്പിക്കാം, എടക്കരയിൽ എൽ ഡി എഫിന് നേരിയ മുൻതൂക്കം ഉണ്ടായിരുന്ന ഒരു പഞ്ചായത്താണ്. നേരിയ മുൻതൂക്കം എന്ന് പറഞ്ഞാൽ 2016 എടക്കരയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി വി അൻവർ 291 വോട്ടുകൾക്കാണ് ലീഡ് ചെയ്തത്. അതേ മണ്ഡലത്തിൽ തന്നെ പി വി അൻവറിൻ്റെ ലീഡ് 12 കുറയ്ക്കാൻ അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായ വി വി പ്രകാശിന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്.